സെറ്റ് ചെയ്തു. പക്ഷേ ഇനിയിപ്പോൾ കഴിക്കാൻ നേരത്തെ ഇത് എവിടുന്ന് എങ്ങനെ തുടങ്ങണമെന്ന് ആകെ കൺഫ്യൂഷനായി. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് നമുക്ക് പൊതിച്ചോറില്ല. ഇന്ന് ആർക്കും ജോലിക്കൊന്നും പോകണ്ട. അപ്പോൾ നമുക്ക് ഇന്നൊരു ചട്ടിച്ചോറായാലോ. അപ്പോൾ ആദ്യം നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചീനിയൊക്കെ വേവിച്ചതുകൊണ്ടുണ്ടെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ചീനി വേവിച്ചിട്ടില്ല. അടുത്ത നമ്മളൊരു കടച്ചക്ക തോരനാണ്. കടച്ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഇറച്ചിക്കൂഞ്ഞ് വെക്കുന്ന രീതിയിൽ അങ്ങ് വെച്ചിട്ടുണ്ട്. അതും നമ്മുടെ ചട്ടിച്ചോറിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. അടുത്ത പൊതിച്ചോറില്ലാലും നമുക്ക് ചട്ടിച്ചോറിന് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ചമ്മന്തി. അതും അങ്ങ് വെച്ച് കൊടുത്തു. അടുത്ത നമ്മളൊരു ചീരത്തോരനാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. രാവിലെ ഒരു ചീരത്തോരൻ അങ്ങ് വെച്ചു. അതും നമ്മൾ നമ്മുടെ ചട്ടിച്ചോറിലോട്ട് വെച്ച് കൊടുത്തു. അടുത്ത നമ്മൾ കൊഞ്ച് ഫ്രൈ ആണ് വെക്കുന്നത് കേട്ടോ. നമ്മൾ വാടി പോയപ്പോൾ കിട്ടിയതാണ്. ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന കൊഞ്ച് റോസ്റ്റിൻ്റെ വീഡിയോ തൊട്ട് പുറകെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടിടത്ത് ഫ്രൈ ചെയ്തു. അതുകൂടെ അങ്ങ് വെച്ച് കൊടുത്തു. അടുത്തായിട്ട് നമ്മൾ കൊഞ്ചിൻ്റെ തല എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഒരു 3-4 എടുത്ത് നമ്മളങ്ങ് ഫ്രൈ ചെയ്തായിരുന്നു. അതുകൂടെ അങ്ങ് വെച്ചു. അടുത്ത നമ്മൾ നെത്തോലി ഫ്രൈ ആണ് കേട്ടോ. കാരണം ഇത് നമുക്ക് കൊഞ്ച് വാങ്ങിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു കുറച്ച് നെത്തോലി ഉണ്ടായിരുന്നു. അത് ഞാൻ ഇടയ്ക്കൊന്നെല്ലാം കൂടെ നുള്ളി പറക്കി എടുത്തിട്ട് എന്നാൽ പിന്നെ അത് ചട്ടിച്ചോറിലിരിക്കട്ടെ എന്ന് വെച്ചാൽ അതും ഒരു ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ചൂരക്കറി വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പീസും കുറച്ച് ഗ്രേവിയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ആയിട്ട് നമ്മുടെ ചൂര കണ്ടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ അതിൻ്റെ മുട്ടയാണ് കേട്ടോ. അതിൻ്റെ പരിഞ്ഞിൽ ഇപ്പോൾ അറിയാമല്ലോ, മുട്ട മീനുകൾക്കെല്ലാം പരിഞ്ഞിലിൻ്റെ സമയമാണ്. അപ്പോൾ ആ മുട്ട എടുത്ത് ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതും അങ്ങ് വെച്ച് കൊടുത്തു. അപ്പോൾ ചട്ടിച്ചോറായാലും പൊതിച്ചോറായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സംഭവമാണ് അച്ചാർ. അപ്പം നാരങ്ങ അച്ചാർ കൂടെ ഞാൻ വെച്ചു. അടുത്തായിട്ട് കണ്ടോ മോരുകറിയാണ് ഒഴിച്ച് കൂട്ടാനായിട്ട്. നമുക്ക് മോരുകറി, അതുപോലെ തന്നെ സാമ്പാറും ഉണ്ട്. എന്നാൽ പിന്നെ ഇത്രയൊക്കെ ആയില്ലേ. എന്നാൽ പിന്നെ ഒരു മുട്ടയും കൂടെ അങ്ങ് പൊരിച്ചു. അതുകൂടെ നമ്മൾ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ചട്ടിച്ചോറ് നേരെ കഴിക്കാം. ഇപ്പം ഞാൻ എവിടുന്ന് തുടങ്ങണം? എല്ലാം നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തു. പക്ഷേ ഇനിയിപ്പോൾ കഴിക്കാൻ നേരത്തെ ഇത് എവിടുന്ന് എങ്ങനെ തുടങ്ങണമെന്ന് ആകെ കൺഫ്യൂഷനായി. മൊത്തത്തിൽ കറികൾ നിറഞ്ഞിരിക്കുകയാണ്. എന്തുവരും ഞാനിതിൻ്റെ സെൻറ്ററിലോട്ട് കുറച്ച് മോരുകറി ഒഴിച്ചു കൊടുത്തു. അതിലോട്ട് നമ്മൾ കുറച്ച് സാമ്പാർ കൂടെ ഒഴിച്ചിട്ട്, എനിക്ക് മോര് സാമ്പാർ കൂടെ ഒന്നിച്ച് ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമുള്ളവർ മിക്കവാറും ഉള്ളവർ കാണുമല്ലോ. ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതിനകത്തോട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ ഒരു നെത്തോലി, കൊഞ്ച് എല്ലാം കൂടി ഇടുക കേട്ടോ. ചമ്മന്തി, തോരന്, നമ്മുടെ മീനിൻ്റെ മുട്ട, തോരൻ, ഇതെല്ലാം കൂടിയിട്ട് കുഴച്ചിട്ടേ എൻ്റെ ടേസ്റ്റ് ആദ്യം ആർക്കായിരിക്കും കൊടുക്കുന്നത്? നമ്മുടെ ടേസ്റ്റർ എനിക്ക്, പൊന്നപ്പന്. കണ്ട് ഇങ്ങനെ അങ്ങോട്ട് കുഴച്ചതാണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ വായി വെള്ളം വരുന്നില്ലേ. പൊന്നിച്ചിന് കൊടുക്കുകയാണ്. എങ്ങനെയുണ്ട്? നീ ഇത് ഞാനോട് അങ്ങ് കഴിക്കുകയാണ്. ഒരു കാന്താരിയും കൂടെ കളിക്കാൻ നല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. അപ്പോൾ നമ്മൾ ചട്ടിച്ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു അനുഭവമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അല്ല യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.